നമ്മളെ രാവിലത്തെ ചായ പലഹാരത്തിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇന്ന് ഉണ്ടാക്കുന്നത് നൂൽപുട്ടും മുട്ടക്കറിയാണ്. നൂൽപുട്ടിക്ക് നല്ല ചേർച്ചുള്ളതാണ് മുട്ടക്കറി. നമ്മൾ തേങ്ങയൊക്കെ അരച്ചിട്ട് ആണ് മുട്ടക്കറി ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മള് ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കായി. നമ്മളെ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുട്ടക്കറി ഉണ്ടാക്കാനുള്ള ചേരുവകൾ ഇവിടെ ഉണ്ട്. കോഴിമുട്ട 2 എണ്ണം. നമുക്ക് ആദ്യം അതുകൊണ്ട് പുഴുങ്ങാം. അപ്പോൾ നമുക്ക് ഏതായാലും ഇന്നത്തെ രാവിലത്തെ ചായ പലഹാരം ഉണ്ടാക്കൽ അതിന് തുടങ്ങാം. ആദ്യം മുട്ടക്കറിയാണ് ഇപ്പം ഇന്ന്. അപ്പോൾ അതുകൊണ്ട് മുട്ടക്കറി ആദ്യം ഉണ്ടാക്കിയേക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നൂൽപുട്ടിൻ്റെ പണി അത് നോക്കാം. മുട്ടക്കറി പിന്നെ വെച്ചാൽ നമ്മൾ തേങ്ങയൊക്കെ അരച്ചിട്ടാണ് അങ്ങനെയാണ് വയ്ക്കുന്നത്. പിന്നെ ഇപ്പോൾ നമ്മൾ വലിയ ഉള്ളി അതെടുത്ത് ഇനിയിപ്പോൾ അത് നമുക്കെന്ന് വെച്ചാൽ അരിയുള്ളതാണ്. മുട്ടക്കറിക്കുള്ള ചേരുവകൾ ഉള്ളി, തക്കാളി, പച്ചമുളക് ഒക്കെ ഒന്ന് വഴറ്റിയിട്ടാണ് വയ്ക്കുന്നത്. എന്താ വെച്ചാൽ ഇനി കോഴിമുട്ട ഒക്കെ ആയി വരട്ടെ. അതുകൊണ്ട് പുഴുങ്ങാൻ വെച്ചതാണല്ലോ, അത് വേവട്ടെ. അപ്പോൾ ഒന്ന് കഴുകി വൃത്തിയാക്കി ഇനി അത് ചെറുതാക്കി നുറുക്കുക. ഇന്നിപ്പോൾ നമുക്ക് നൂൽപുട്ടും മുട്ടക്കറിയാണ്. നൂൽപുട്ടിക്ക് മുട്ടക്കറി അത് നല്ല ചേർച്ചയുള്ളതാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ നമ്മൾ തേങ്ങ അരച്ച് കറി വയ്ക്കുമ്പോൾ നമ്മൾ സാധാരണ ഉള്ളി തക്കാളിയൊക്കെ വഴറ്റി മുട്ടക്കറി ഉണ്ടാക്കുന്ന പോലെയല്ല ഇതിങ്ങനെ, അല്ലെങ്കിൽ റോസ്റ്റിലേറെ ഇങ്ങനെ തേങ്ങ അരച്ച് കറി പോലെ തന്നെ വെച്ചാൽ നല്ല രസമാണ്. തക്കാളി ഒക്കെ ചെറുതാക്കി നുറുക്കാം. ഇതാ കോഴിമുട്ട ഇവിടെ നല്ല പോലെ ഉണ്ട്, ആയിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെടുത്ത് നമുക്ക് വെള്ളത്തിലിട്ട് വയ്ക്കാം, തണുക്കട്ടെ. പിന്നെ ഇതാ കറിക്ക് തേങ്ങ ഇത് നമ്മൾ നേരെ അരയ്ക്കുന്നതാണ്, വറുത്തരയ്ക്കല്ല. വറുത്തരച്ചാലും നന്ന്, പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ സാധാരണ പോലെ തന്നെ അരയ്ക്കുകയാണ്. ഇനി നമുക്ക് ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി ഈ ചട്ടിയിലാണ് വയ്ക്കുന്നത്. ഇതിലാണ് ഒന്നുകൂടി സ്വാദ് കറി ഇതിൽ വയ്ക്കുമ്പോൾ. ഉള്ളി പച്ചമുളകൊക്കെ ഒന്ന് വഴന്ന് തക്കാളി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത്രയും സാധനങ്ങൾ ചേർത്ത ശേഷമാണ് ഇപ്പോൾ ഇത്. ഇനി ഇതാ നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതാ ഉപ്പ് ചേർക്കാം. അപ്പോൾ ഇതാ നല്ല പോലെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല പോലെ വെന്തിക്കണം. അപ്പോൾ ഇതാ വെന്ത ശേഷം നമ്മൾ അരച്ചത് അത് ചേർക്കുകയാണ്. അത് പാകത്തിന് മതി കറി, കാരണം ഞങ്ങൾക്ക് രാവിലേക്ക് മാത്രമല്ലേ. അപ്പോൾ എളുപ്പത്തിൽ വേവും ചെയ്യും. അപ്പോൾ അതൊക്കെ ഒന്ന് വെന്ത് ഇതാ നല്ല പോലെ കറി കുറുകിയിട്ടുണ്ട്. കറിവേപ്പില അത് ചേർത്തു. അപ്പോൾ കറി ഇവിടെ റെഡിയായി. ഇനിയിപ്പോൾ നമുക്കിതാ കോഴിമുട്ട ഇപ്പോൾ തണുത്തിട്ടുണ്ട്, ഇനി അതതിൽ ചേർക്കേ വേണ്ടു. അപ്പോൾ ഇതാ മുട്ടക്കറി റെഡിയായി. അപ്പോൾ അതിനിതാ ഒക്കെ തോലൊക്കെ പൊളിച്ച് നേരെ ചേർക്കാണ്. വേണമെങ്കിൽ മുറിച്ചിടുകയും ചെയ്യാം. നമ്മളിപ്പോൾ ഇങ്ങനെ നേരെ ചേർക്കാണ്. അമ്മയ്ക്കും അതിങ്ങനെ ഇടുന്നതാണ് ഇഷ്ടം. മുട്ട ഇതുപോലെ തന്നെ ഉണ്ട്, അത് മുറിക്കാതെ. പിന്നെ ഇതാ നമുക്ക് നൂൽപുട്ടുണ്ടാക്കുകയാണ്. ഉപ്പുവെള്ളത്തിൽ, അതായത് ചൂടുള്ള വെള്ളത്തിൽ എന്നാ കുഴച്ചെടുത്തു. നമ്മൾ ഇങ്ങനെ പാകത്തിന് തന്നെ, അതായത് ഞങ്ങൾക്ക് 2 തട്ട് അതിലുണ്ടാക്കാനുള്ള അതിനുള്ളതേ ഉള്ളൂ. അതാണ് പൊടി കുഴച്ചത്. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടതാണ് നൂൽപുട്ട്. നമ്മൾ നേരത്തെ ഒരു വീഡിയോയിലും പറഞ്ഞതാണത്. ഇനിയിപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ തട്ടിൽ നമുക്ക് തേങ്ങയൊക്കെ ഒന്ന് ഇടാം. അത്
8 ഞങ്ങൾക്കത് പാകമാണ്. ഇത് വാങ്ങിയ പൊടിയാണ്, പാക്കറ്റ്. ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നല്ല പൊടിയാണിത്, നന്നായിട്ട് എളുപ്പത്തിൽ പീച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ഒരു തട്ട് കുറച്ച് ചെറുതും ഈ ഒരു തട്ട് അത് കുറച്ച് വലുതുമാണ്. ഇപ്പോൾ നമുക്ക് പാത്രത്തിൽ വെള്ളം വെച്ചത് ഇനി ഇതിൽ വെച്ച് വേവിച്ചെടുക്കുക. ഇത് എളുപ്പമാണ്. ഇങ്ങനെ കുഴച്ച് ആ പീച്ചെടുക്കുന്നത് വരെയൊക്കെയുള്ള തന്നെയുള്ളൂ പ്രയാസം. ഇത് എളുപ്പം വേവും. അത് വേവട്ടെ. ഇപ്പോൾ നല്ല പോലെ ആവിയൊക്കെ വന്ന് വെന്തിട്ടുണ്ട്. തേങ്ങ ഇട്ടതുകൊണ്ട് പിന്നെ പെട്ടെന്ന് തന്നെ കിട്ടും. ചായ ഇവിടെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നൂൽപുട്ടും മുട്ടക്കറി ചായയും എല്ലാം അവിടെ ആയി. ഇനിയിപ്പോൾ ഏതായാലും നമുക്ക് എന്നാലും ചായ കഴിക്കാം. ഏതായാലും ചായ കഴിക്കായി. അമ്മയ്ക്കിതാ കറി അത് കൊടുക്കാം. പിന്നെ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുളി കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടതാണ് നൂൽപുട്ടും മുട്ടക്കറി. അതുപോലെ തന്നെയാണ് മുട്ടക്കറി ഇഷ്ടമാണ്. ഇന്നിപ്പോൾ ഒരു മഴക്കാറൊക്കെ ഉണ്ട്. ഇന്നലെ വൈകുന്നേരവും രാത്രിയൊക്കെ മഴ ചെയ്തു. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കായി. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.